ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിസിനസ് സ്യൂട്ട്. ബിസിനസ് സ്യൂട്ടിൻ്റെ ലിങ്ക് എന്തായിരുന്നു? ബിസിനസ് സ്യൂട്ടിൻ്റെ ലിങ്ക് ഇന്നലെ പറഞ്ഞാൽ ഇന്ന് എന്നിട്ട് തലയ്ക്കാ തരും. www.facebook.com ഞാൻ പറഞ്ഞിട്ടില്ല. ബിസിനസ് ഇന്നലെ പറഞ്ഞാൽ ഇന്ന് പഠിച്ചു. ആ എന്ത്? business.facebook.com ഇതിൽ മാർക്ക് ചെയ്ത് ഇത് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. business.facebook.com. ഓക്കെ. അപ്പോൾ business.facebook.com അടിച്ചാൽ കിട്ടുന്നതിൻ്റെ സംഭവത്തിൻ്റെ പേരാണ് ബിസിനസ് സ്യൂട്ട്. ബിസിനസ് സ്യൂട്ടിൻ്റെ യൂസ് എന്താ? അറ്റ് എ ടൈം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ഇടാനും പറ്റും. പ്ലാനറിൽ പോയിട്ട് കണ്ടന്റ് പ്ലാൻ ചെയ്യാനും പറ്റും. ഇതൊന്ന് എടുത്ത് നോക്കുക. പ്ലാനറിൽ പോയി കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് പോസ്റ്റ് പോയി കഴിഞ്ഞാൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും. ഓക്കെ. ദെൻ business.facebook.com/settings കൊടുത്തു. അപ്പോൾ എന്താ കിട്ടുന്ന പ്ലാറ്റ്ഫോമിൽ വരുന്നതാ? നീ തുറക്കരുത് പറയാം. ആഡ്സ് മാനേജർ അല്ല, വേറൊരു സംഭവം ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. business.facebook.com/settings. മറ്റേത് ബിസിനസ് സ്യൂട്ട്. ഇത് ബിസിനസ് തന്നെ, അതിൻ്റെ ഒപ്പം വേറെ ചേർക്കണം. എന്ത് ചേർക്കണം? ബിസിനസ് മാനേജർ. ബിസിനസ് സെറ്റിങ്സ് ഇതിന് പറയും ബിസിനസ് മാനേജർ. ഈ ബിസിനസ് അപ്പം നിങ്ങൾ ഇന്നലെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ business.facebook.com/settings അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? ബിസിനസ് മാനേജർ. ഈ ബിസിനസ് മാനേജറാണ്. ഇപ്പോൾ ഇതിങ്ങനെ കുറേ വരും. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വരും, നിങ്ങളുടെ കയ്യിൽ 1-2 ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ബിസിനസ് മാനേജറാണ് എന്ത്? ഈ ഒരു ഇതാണ് ബിസിനസ് മാനേജർ. ഈ ബിസിനസ് മാനേജറിൻ്റെ ഉള്ളിൽ 2 കാര്യങ്ങൾ ഉണ്ടാവും. ഇന്നലെ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു 2 കാര്യങ്ങൾ? പേജ്, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാ പേജ് നിങ്ങൾ ലിങ്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതുണ്ടാവും. പിന്നെ ആഡ്സ് മാനേജർ ഇപ്പം നിലവിൽ ഇതിലില്ല, ഇത് ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ബിസിനസ് സ്യൂട്ട് ചെക്ക് ചെയ്യുക. business.facebook.com അത് നോക്കുക. പിന്നെ എടുക്കേണ്ടത് business.facebook.com/settings അടിച്ചിട്ട് ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന് ഇപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടത് അയച്ചാൽ എന്നിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ ചെക്ക് ചെയ്യേണ്ടതിന് ഈ പേജസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് തന്നെയല്ലേ ഇവിടെ വന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താം. ഓക്കെ. ഇനി ഇവിടെ പേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ആൻ എക്സിസ്റ്റിംഗ് പേജ് കൊടുത്തിട്ട് പേജിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. ഓക്കെ. ഇവിടെ പേജ് സെലക്ട് ചെയ്തിട്ട് ഇത് കൊടുക്കാം. ഓക്കെ. ദെൻ അപ്പോൾ പേജ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അടുത്ത നമുക്ക് വേണ്ട എന്താ? ആഡ് അക്കൗണ്ടാണ്. ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആഡ്സ് മാനേജർ. എന്താണ് ആഡ്സ് മാനേജർ? ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയില്ല. സോ ഇപ്പോൾ ഇവിടെ ആഡ്സ് മാനേജർ പേരോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആഡ് പോയി കഴിഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട്, ആഡ് ആൻ എക്സിസ്റ്റിംഗ് ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയൊരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ക്രിയേറ്റ് ന്യൂ ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് അക്കൗണ്ട് അവിടെ ഒരു നെയിം കൊടുക്കണം. നെയിം എന്ത് ചെയ്യുക വെച്ചാൽ ഇപ്പോൾ നിങ്ങളെ പേജിൻ്റെ പേരില്ലേ, ആ പേജിൻ്റെ പേരിനോടൊപ്പം ജസ്റ്റ് ആഡ് അക്കൗണ്ട് എന്ന് കൂടി ചേർക്കുക. ഇത് ഞാനിപ്പോൾ റെക്കോർഡിങ് അയക്കാം. ഓക്കെ. നിങ്ങളുടെ കമ്പനിയുടെ പേര് അതിൻ്റെ ഒപ്പം ആഡ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ടൈം സോണ് ഏതാ നമ്മുടെ അറിയോ? അതറിയില്ല. കൊൽക്കത്ത, ഏഷ്യ കൊൽക്കത്ത 5:30 ആണ് നമ്മുടെ. ഓക്കെ. ഏഷ്യ കൊൽക്കത്ത 5:30. ഇത് മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവം ഉണ്ടാവുക? നിങ്ങളുടെ മൊബൈലിൽ സെറ്റിങ്സിൽ ടൈമും മാറും. UAE ടൈമും ഇന്ത്യത്തെ ടൈമും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ടൈം സോൺ. കറൻസി ഇന്ത്യൻ റുപ്പി. അടിക്കുക. കിട്ടി. ഇത് ഉറപ്പ് ചെയ്ത് ഈ കറൻസി ഇവിടെ മാറിക്കഴിഞ്ഞാൽ
ഡോളർ ആയാലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡോ UPI വെച്ചിട്ട് ഇതിൽ ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് പോയി ദെൻ മൈ ബിസിനസ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് പോവാം. ദെൻ ഇവിടെ ഐ എഗ്രി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇതെടുത്തിട്ട് ക്രിയേറ്റ് ആഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഈ കമ്പനിയുടെ പേരിൽ ഒരു ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഈ ബിസിനസ് മാനേജറിനുള്ളിൽ 2 കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ട്. പേജസും ഉണ്ട്, ആഡ്സ് മാനേജറും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ചെയ്ത ഈ ആഡ്സ് മാനേജറും നാളെ മുതൽ നിങ്ങളാണ് ഇത് ഫുള്ള് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഈ സംഭവം ഈ മൊത്തം വിർച്വൽ ടെക് എന്ന് പറയുന്നത് ഈ സംഭവം മൊത്തം നിങ്ങളതിൽ കിട്ടിയാൽ പോരെ. നിങ്ങളതിൽ business.facebook.com/settings എടുക്കുമ്പോൾ ഇത് നിങ്ങളതിൽ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? പീപ്പിളിൽ പോവാം. പീപ്പിളിൽ പോയിട്ട് ഇൻവൈറ്റ് പീപ്പിൾ പോയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കുമായി ലിങ്ക് ചെയ്ത മെയിൽ ID ഞാൻ ചോദിച്ച് വാങ്ങിയിട്ട് നെക്സ്റ്റ് പോയിട്ട് ഫുൾ കൺട്രോൾ കൊടുത്ത് ഇന്നലെ കാണിച്ചു തന്നിരുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വേറെ അപ്പോൾ മെയിൽ ID കൊടുത്തു, എൻ്റർ ആകാൻ പറ്റും. ഇപ്പോൾ ഈ വൈശാഖം എന്ന് പറഞ്ഞാൽ വേറെ ആൾക്ക് കൊടുക്കാനാണ്. നെക്സ്റ്റ് പോയി ഫുൾ കൺട്രോൾ കൊടുക്കുക, നെക്സ്റ്റ് പോവുക. അപ്പോൾ ചോദിക്കും ഏതൊക്കെ അസറ്റിനാണ് ഇവർക്ക് പവർ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുത്തനെ ഞാൻ പേജ് ഹാൻഡിൽ ചെയ്യാനും ഒരുത്തനെ ആഡ് ചെയ്യാനും രണ്ടും ഒരാൾക്ക് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത് എന്താ പേജ്, ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും, ഇത് ആഡ് അക്കൗണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു, കൺഫേം സെലക്ഷൻ കൊടുക്കും. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുക? ഏതാണ് അക്സസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല കൊടുക്കുക. ആഡ് മാത്രം ചെയ്യണമെങ്കിൽ ഇത് കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ഫുൾ കൺട്രോൾ ആണ്, ഫുൾ കൺട്രോളും കൊടുത്ത് നെക്സ്റ്റ് പോവുക. നെക്സ്റ്റ് പോയതിനു ശേഷം ആദ്യം പേജ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഫുൾ കൺട്രോൾ കൊടുത്തു. ദെൻ നമ്മൾ നെക്സ്റ്റ് പോവാം. ദെൻ ഇവിടെ എന്ത് ചെയ്യുക? ഇൻവൈറ്റ് ഇത് അസറ്റ് കൊടുക്കുക. അപ്പോൾ ഈ മെയിൽ IDയിലോട്ട് ഒരു മെയിൽ പോകും. ഇന്നൊരാൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ ലോഗിൻ ചോദിക്കും. നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലോഗിൻ ചോദിക്കും, എൻ്റെ ചോദിക്കില്ല. നിങ്ങളുടെ തന്നെ ചോദിക്കും. പാസ്വേഡ് അടിച്ചാൽ ലോഗിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ business.facebook.com/settings അടിച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളതിലുണ്ടാവും. നിങ്ങൾ ഫേസ്ബുക്കിൽ പേജസ് പോയി കഴിഞ്ഞാൽ പേജും കിട്ടും. ബിസിനസ് യൂട്ട് വഴി പോസ്റ്റ് ഇടാനും പറ്റും ഫേസ്ബുക്കിൽ, ഇൻസ്റ്റയിൽ. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ ഇന്ന് ഇരുന്ന് ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്തില്ലേ? ആഡ്സ് മാനേജറെല്ലാം ഇപ്പോൾ കുറച്ച് മുന്നേ ക്രിയേറ്റ് ചെയ്ത് ആഡ് അക്കൗണ്ട്സ് പോയി ആഡ്സ് പോയി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഓപ്പൺ ഇൻ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് മാനേജർ കിട്ടും. അതായത് ലോകത്ത് എവിടെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോയോ വീഡിയോ വെച്ച് ചെയ്യുന്ന ആഡ്സ് മാനേജർ നിങ്ങൾക്ക് കിട്ടും. ഈ ആഡ്സ് മാനേജർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്സ് മാനേജർ. ഓക്കെ, ഇതാണ് നമ്മുടെ ആഡ്സ് മാനേജർ. ഇനി ഈ ആഡ്സ് മാനേജർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പോസ്റ്ററോ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഏത് രാജ്യത്തും ഇവർ ഈ പ്ലാറ്റ്ഫോം അവിടുത്തെ ജനങ്ങൾ ഈ ഫേസ്ബുക്ക് ഇൻസ്റ്റയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമുക്കിത് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എടപ്പള്ളിയിൽ മാത്രം ആഡ് കാണിക്കണമെന്നെങ്കിൽ ആഡ് കാണിക്കും. എടപ്പള്ളി സറൗണ്ടിങ്സ് വരുന്ന ആൾക്കാർ മാത്രം ആഡ് കാണും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ചില ഫേമസ് ആയിട്ടുള്ള വാർഡുകൾ എല്ലാം അതും ഇതിൽ കിട്ടും. ഓക്കെ, അത് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാത്രം. ഇപ്പം നിങ്ങൾ വീടിൻ്റെ മേലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചുറ്റുപാട് മാത്രം ആഡ് പോകും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൻ്റെ സിസ്റ്റം ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് എക്സാമ്പിൾ. അതായത് ഇത് ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ഒരു ടോട്ടൽ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ആഡ്സ് മാനേജർ എന്ന് പറയുന്ന ടോട്ടൽ പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫണ്ട് ആഡ് ചെയ്ത് വെക്കണം. ഫണ്ട് ആഡ് ചെയ്താലാണ് ഈ ആഡ് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ആഡ്സ് ഇതിൽ ഈ ക്രിയേറ്റ് പോയിട്ടാണ് നമ്മൾ കുറേ ക്യാമ്പയിനുകൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് കുറേ ആഡുകൾ ചെയ്യാൻ പറ്റും. ഒരു 50% ഓഫറിൻ്റെ, 30% ഓഫറിൻ്റെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൻ്റെ ഒരു ആഡ്, ഇന്ത്യൻ ഡിസൈനിങ് കോഴ്സിന്, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഈ ടോട്ടൽ ഫണ്ട് നമ്മൾ ഈ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വേണം. നമ്മൾ പണ്ടത്തെ സിമ്മില്ലേ, 100 രൂപയ്ക്ക് ടോക്ക് ടൈം ചെയ്യും, 1000 രൂപയ്ക്ക് ടോക്ക് ടൈം. ഈ 1000 രൂപയ്ക്ക് ടോക്ക് ടൈം ചെയ്തിട്ട് ഒരാൾക്ക് മാത്രമാണോ വിളിക്കാൻ പറ്റുക? അല്ലല്ലോ, എത്ര ആൾക്കാർക്ക് വേണ്ടി വിളിക്കുക? ഈ 1000 രൂപ തീരുന്നത്. അതേപോലെ തന്നെയാണ് ആ ടോട്ടൽ ഫണ്ട് നമുക്കിവിടെ ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ് പോയിട്ട് ഫണ്ട് ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. UPI യൂസ് ചെയ്തിട്ടോ
കാർഡ് യൂസ് ചെയ്തിട്ടോ ടോട്ടൽ ഫണ്ട് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1000 രൂപ ആഡ് ചെയ്ത് വെച്ചോ. ഈ 1000 രൂപ ആഡ് ചെയ്തിട്ട് ഓരോ ആഡ് 1000 രൂപ ഞാൻ ഈ ടോട്ടൽ ഫണ്ടിലോട്ട് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് പോയിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഫണ്ട് UPI വെച്ചിട്ടോ കാർഡ് യൂസ് ചെയ്തിട്ടൊക്കെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ ഇതിപ്പോൾ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. എത്ര രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. UPIക്ക് യൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. UPI കൊടുത്തിട്ട് എത്ര രൂപയാണ് കൊടുത്തു കഴിഞ്ഞാൽ QR കോഡ് വരും, ഫോണിൽ സ്കാൻ ചെയ്യുക, ഫണ്ട് റീചാർജ് ചെയ്യുക. ഇപ്പം ഞാൻ ഇപ്പോൾ ഇതേ മെത്തേഡിൽ ഒരു 10,000 രൂപ കിട്ടുന്നില്ല. ഈ 10,000 രൂപ തീരുന്നവരെ എനിക്ക് എത്ര ആഡ് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു ആഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. ഒരു ദിവസം ഈ ഒരു ആഡ് ഇത്ര രൂപ ചിലവാക്കിയാൽ മതി എന്നില്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റും. വഴിയെ മനസ്സിലാവും. അതായത് ഇപ്പോൾ ഞാൻ 1000 രൂപക്ക് ടോക്ക് ടൈം മൊബൈലിൽ റീചാർജ് ചെയ്യുന്നു വിചാരിക്കും. ഓക്കെ, 1 മിനിറ്റിന് 1 രൂപയെന്ന് തൽക്കാലം വിചാരിക്കും. എല്ലാ കോളും 1 മിനിറ്റ് ആകുമ്പോൾ കട്ടാവണം. അപ്പോൾ എനിക്ക് ടോട്ടൽ 1000 കോൾ ചെയ്യാം. അതേപോലെ തന്നെയാണ് ഓരോ ആഡിനും എനിക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. ഈ ഒരു ആഡ് ഒരു ദിവസം ഈ ടോട്ടൽ ഫണ്ടിൽ ആകെ 200 രൂപ ചിലവാക്കിയാൽ മതി. ഇപ്പോൾ 10,000 റുപ്പീസ് ഞാൻ ആഡ് ചെയ്തു. ഒരു ആഡ് 1000 രൂപ ചിലവാക്കിയാൽ അപ്പോൾ എത്ര ദിവസം ആഡ് റൺ ചെയ്യാൻ പറ്റും? 10 ദിവസം ആഡ് റൺ ചെയ്യാൻ പറ്റും. ഇനി ഈ 10,000-ന് 2 ആഡ് ചെയ്യാൻ ചെയ്യും. ഒരു ആഡിന് 500, ഒരു ആഡിന് 500. അപ്പോൾ 2 ആഡ് 10 ദിവസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, ലിമിറ്റ് വെക്കാൻ പറ്റും. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഓരോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് വെക്കാൻ പറ്റും. ഈ ഒരു പരസ്യം ഇത്ര രൂപ ചിലവാക്കിയാൽ മതി ദിവസം. അപ്പോൾ അത്ര രൂപ ചിലവാക്കുമ്പോൾ ഈ ആഡ് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. പിന്നെ അടുത്ത ദിവസം ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫണ്ടിന് ഇത്ര ദിവസം ഇത് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് ആഡ് റൺ ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ആഡ്സ് മാനേജർ എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ ഞാനിപ്പോൾ ബില്ലിങ്ങിൻ്റെ ഉള്ളിലാണ് അല്ലേ. വീണ്ടും ആ ഡാഷ്ബോർഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമ്പയിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ക്യാമ്പയിൻസ് പോയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാമ്പയിൻ്റെ വ്യൂവിലോട്ട് പോകാൻ പറ്റും. ഇങ്ങോട്ട് വരും. ദെൻ ഇവിടെ നിന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ്സ് പരിപാടികളൊക്കെ ചെയ്യാനുള്ള പരിപാടിയില്ല. ഓക്കെ, അപ്പോൾ ഈ ആഡ്സ് മാനേജർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേജ് കണക്ട് ചെയ്യണം. പേജ് കണക്ട് ചെയ്താലാണ് ബിസിനസ് സ്യൂട്ടും ബിസിനസ് മാനേജറൊക്കെ വരും.